സുരേട്ടാ, ഇത് സുധൻ, സംഗീത്, രണ്ടുപേരുമാണ് മത്സരിക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം ചോദിച്ചോളൂ. പ്രചോദ് മോഹൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരത്തെ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, എന്തോ സിനിമയിലും മണവാളിനൊക്കെ ആയിട്ട് അഭിനയിക്കുന്നു പറഞ്ഞില്ലേ? ഇപ്പോഴും വരാറുണ്ട് അങ്ങനത്തെ അവസരങ്ങളൊക്കെ? ആരെങ്കിലും ഇപ്പൊ വിളിച്ച് പറയാറുണ്ടോ? ആവേശം ചെയ്യാറില്ലെന്ന് എനിക്കറിയാം. പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ എന്റെ പേര് പറഞ്ഞു കേട്ടോ, ഞാൻ ടൈയൊക്കെ അടിച്ച് വന്ന് ചെയ്തോളും. നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു വിസിലടിച്ച് അവർ തുടങ്ങിക്കോളും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കണ്ണേട്ടൻ, നെല്ലിക്ക കണ്ണച്ചി എന്ന് പറയുന്ന കണ്ണേട്ടൻ കിണറ്റിൻ്റെ പണിയെടുക്കുമ്പോൾ തലയെ കല്ല് വീണിട്ട് കിണറ്റിൽ വീണ് മരിച്ചുപോയി. അപ്പോൾ അന്ന് ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് പലരെയും പറഞ്ഞയക്കുക. അപ്പോൾ ഒരാൾ പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ച ആൾ ആ സ്ഥലത്ത് നിന്ന് ആരും മരിച്ച വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്തൊന്നും ആരും ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഇതെന്താണെന്ന് ചോദിച്ചു. ഇതെങ്ങനെ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും പറഞ്ഞു നിന്നാണ്. എങ്ങനെ? ആമല നേത്രച്ചൻ തൃണകക്ഷത്തിൽ നിന്നും കൂപത്തെ ബന്ധിക്കുമ്പോൾ ശിരസിൽ പാഷാണം തട്ടി മൃതി അടഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞു തന്നാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. ആമലം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, ആമല നേത്രച്ച എന്ന് പറഞ്ഞാൽ നെല്ലിക്ക കണ്ണച്ചെ, കൂപത്തെ ബന്ധിക്കുമ്പോൾ, അതായത് തൃണകക്ഷത്തിൽ നിന്നും, അതായത് പുല്ലന്തോളിൽ നിന്ന്, തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്, കക്ഷം എന്ന് പറഞ്ഞാൽ തോള്, പുല്ലന്തോളിൽ നിന്ന് കൂപത്തെ ബന്ധിക്കുമ്പോൾ ശിരസിൽ പാഷാണം തട്ടി, തലയിൽ കല്ല് വീട്, പാഷാണം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കല്ല, മൃതി അടഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞു. ഞാൻ ഓരോരോ വീട്ടിലും അധികം പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് സമയം ഇതാക്കേണ്ട വെച്ചിട്ട് എന്ത് വെച്ചിട്ട് ആമല നേത്രച്ചൻ ദൃഢകശത്തിൽ നിന്നും കൂപത്തെ ബന്ധിക്കുമ്പോൾ ശിരസിൽ പാഷാണം തട്ടി മൃതി അടഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാലാണ് വീടുവോ? പിന്നെ എൻ്റെ നാട്ടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു രാജേട്ടനുണ്ട്. രാജേട്ടൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. രാജേട്ടൻ്റെ സ്വഭാവം ഭയങ്കര അലമ്പാ, ആർക്കും ഇഷ്ടമല്ല. രാജേട്ടന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് എല്ലാവരും പറയൂ, രാജേട്ടൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന്. പിന്നെ രാജേട്ടൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മളൊരു ഓട്ടോറിക്ഷ ഇങ്ങനെ അല്ലേ സൗണ്ട് വരുമ്പോൾ നമ്മളെങ്ങനെ കേൾക്കുക. എന്നാൽ രാജേട്ടൻ്റെ ഓട്ടോറിക്ഷ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മ്യൂസിക് കൂട്ടിയിട്ടാണ് വരിക. ഇതെല്ലാം ഒരു അലമ്പ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു പണി കൊടുക്കണമെന്ന്. അപ്പോൾ നാട്ടിൽ ഏറ്റവും പണി കൊടുക്കുന്നതിൽ പെട്ട ഒരാളാണ്, നല്ല ഹ്യൂമർ സെൻസിൽ ഒരാളാണ് പോയില്ല സുനിയേട്ടൻ. പോയില്ല സുനിയേട്ടനോട് പറയും എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ സുനിയേട്ടൻ പറയും സമയം വരട്ടെ എന്ന് പറയും. അങ്ങനെ ഇയാൾ എന്ത് പുതിയൊരു ഓട്ടോറിക്ഷ എടുത്ത് സുനിയേട്ടൻ്റെ അടുത്ത് പേരിടുവാൻ വന്ന്. അപ്പോൾ സുനിയേട്ടൻ എനിക്കൊരു പേരുമാണ് ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ. അങ്ങനെ പേരിടുവാൻ വന്നേരെ നല്ല സമയമല്ലേ കിട്ടുക. സുനിയേട്ടൻ അകത്ത് പോയിട്ട് ഒരു പേര് എഴുതിയിട്ട് ഒരു പേപ്പറിലാക്കിയിട്ട് കൊടുത്ത്, ഇതെങ്ങനെയാന്ന് ചോദിച്ചു. കുഴപ്പമില്ല, നല്ല പേര്, 3 അക്ഷരമുള്ള പേര്. എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചു. പുൽക്കൊടി തുമ്പിലെ ജലഗണികയാന്ന് പറഞ്ഞു. ഓക്കെ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇയാൾ പോയിട്ട് ഓട്ടോറിക്ഷക്ക് പേരിട്ട് ഓട്ടോറിക്ഷ അങ്ങനെ മുന്നിലും പിന്നിലും എല്ലാം ആയിട്ട് നല്ല സ്റ്റിക്കർ അടിച്ച് ഓട്ടോറിക്ഷ ഓടാൻ തുടങ്ങി. അങ്ങനെ ഓട്ടോറിക്ഷ ഓടാൻ തുടങ്ങി എല്ലാവരും ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു പണി കൊടുത്തതല്ലേ. അപ്പോൾ നാട്ടിലെ ഭാസ്കരൻ മാഷക്ക് എന്തോ ഒരു ക്ലിനിക്കിൽ പോകണം, ഭാസ്കരൻ മാഷക്ക്. അപ്പോൾ ഒരു ദിവസം വിളിച്ച് ഭാസ്കരൻ മാഷ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ അങ്ങ് കാണുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഭാസ്കരൻ മാഷ് കണ്ടപാട് പറഞ്ഞ്, ഈ ഓട്ടോറിക്ഷയിൽ ഞാൻ കാര്യമില്ലെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. എന്നോട് ഇതിൻ്റെ പേര് എന്നാ പേര്? കൗവീനം. കൗവീനം എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാടോ എനിക്ക്? എന്തെന്നാ അർത്ഥം? പുൽക്കൊടിത്തുമ്പിൽ ജലകണിക. പുൽക്കൊടിത്തുമ്പിൽ ജലകളിക്കല്ലടോ, കോണോകോ എന്നാ അതിൻ്റെ അർത്ഥം. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും എന്നും അടിയാണ്. അപ്പോൾ സഹിക്ക് വേണ്ട ഈ ചേച്ചി ഈ ഭർത്താവിൻ്റെ മണ്ടമ്മ ചുറ്റിയെടുത്ത് എണ്ണാവും ഒന്ന് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടുവന്ന അമ്മായിയമ്മേൻ്റെ തലയിലും ചുറ്റി വെച്ച് ഒന്ന് കൊടുത്തു. അങ്ങനെ ആകെ പ്രശ്നമായി, പോലീസ് കേസായി. പോലീസ് വന്ന് എൻക്വയറിക്ക് വന്നു. ആളുകളൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചു ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ എൻ്റെ തലയ്ക്ക് ചുറ്റി വെച്ചടിച്ചു. ശരി. അപ്പോൾ ആൾക്കൂട്ടം നിരന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആൾക്കൂട്ടത്തിൽ ഉള്ളുന്ന ഒരാൾ പറഞ്ഞു, കള്ളം, പച്ചക്കള്ളം. ആ പോലീസുകാരൻ മിണ്ടാതെ നിൽക്ക് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ അമ്മായിമ്മേനും നിങ്ങൾ ചുറ്റി വെച്ച് അടിച്ചു എന്ന് കേട്ടല്ലോ, ശരിയാണോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ അടിക്കേണ്ടി വന്നു, ഒരു ദുർബല നിമിഷത്തിൽ അടിച്ചു. അപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, കള്ളം, പച്ചക്കള്ളം. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, അവനെങ്ങനെ വിളിക്കും. അപ്പോൾ ആളെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കള്ളാണെന്ന് അറിയാതെ ചോദിച്ചു. അപ്പോൾ ആൾ പറയാണ്, എൻ്റെ വീട് ഇതാ കാണുന്ന വീടാണ്. ഞാൻ ഈ വീട്ടിൽ 2 തവണ ചുറ്റിക്ക് വന്നപ്പോൾ ഈ വീട്ടിൽ ചുറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ എവിടുന്ന ഈ ചുറ്റിക്ക് വന്നത്? അതുപോലെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. എല്ലാവരും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് കാപ്പിടിക്കേണ്ട സമയമായി. പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ജിലേബി, ലഡ്ഡു, മിച്ചർ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു തുടങ്ങി. ചെക്കൻ്റെ വീട്ടുകാരെ എല്ലാവരും ചായ കുടിച്ചു തുടങ്ങി. അപ്പോൾ ചെക്കൻ്റെ അച്ഛൻ മാത്രം ചായ കുടിക്കാണ്ട് മാറി നിൽക്കുക. ഇത് പെണ്ണിൻ്റെ അച്ഛൻ കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്താ ചായ കുടിക്കാതെ മാറി നിൽക്കുന്നത്? ചായ കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഷുഗറിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്,
അതുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കാതെ മാറി നിൽക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കരുതെന്ന്. അപ്പോൾ ആൾക്ക് വിഷമായി, ഓ ഷുഗറുള്ള ആളല്ലേ. അപ്പോൾ ആൾ പറഞ്ഞു, ചായ കുടിച്ചാലല്ലേ പ്രശ്നമുള്ള 2 ലഡ്ഡു കഴിക്കുക. ഒരു കവി, ആളുടെ ഭാര്യ, ഒരു കൊച്ചുകുട്ടി. അപ്പോൾ ഇയാൾ സ്ഥിരം കവിത എഴുതും. അങ്ങനെ ഒരു ദിവസം ഇയാൾ എഴുതിയ കവിത കാണുന്നില്ല. ഇയാൾ പൂരെ തിരച്ച് വീടിൻ്റെ ഉള്ളിലൊക്കെ നോക്കി, എവിടെയും കാണുന്നില്ല. ഇയാൾ നോക്കുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് കുട്ടീനെ. അപ്പോൾ ഭാര്യ വന്നിട്ട് ചോദിച്ചു, എന്താണ് കുട്ടീനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഇന്ന് എഴുതിയ കവിത ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കാണാനില്ല, ഒന്നെങ്കിൽ ഇപ്പം വലിച്ചു കയറി അത് അടുപ്പിലിട്ടുണ്ടാവും. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ആ കവിത വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രായം ഉണ്ടോ കുട്ടിക്ക്? എന്നാലല്ലേ അടുപ്പിലിടുള്ളൂ. നമുക്കറിയാം, ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പെല്ലാം നമ്മൾ ഗാനമേളകൾക്ക് പോകുന്ന സമയത്ത് ചെറിയ 2-3 പീസ് ഓർക്കസ്ട്ര ഉണ്ടാവും. ഒരു കീബോർഡ്, ഒരു തബല, ഒരു ഡ്രമ്മ്, വേണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഗിറ്റാറും കൂടി വന്നാൽ നന്നായിരുന്നു. മിന്നാരയിൽ ഇറങ്ങിയ സമയത്താണ്. അപ്പോൾ അന്നേരം ഞാനൊക്കെ ഇങ്ങനെ പാടി വരുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളൊരു അമ്പലത്തിൽ പരിപാടിക്ക് പോയപ്പോൾ ചെറിയൊരു സ്റ്റേജ്, അപ്പോൾ നമ്മുടെ ഗുരുവായിട്ടുള്ളൊരാളുണ്ട്, ബാലേട്ടൻ, അദ്ദേഹം തബലിസ്റ്റാണ്. അദ്ദേഹം ഇങ്ങനെ തബല ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്, ഹൽ ഹൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ വെള്ളം അടിച്ചിട്ട് വന്ന് എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്ന ചില ആളുണ്ടാവില്ല ചില നാട്ടിൽ. ഇയാൾ വന്നിട്ട് ബാലേട്ടൻ തട്ടിയിട്ട്, കമ്പോസർ ഉണ്ട് ഗാനമേളക്ക്? കമ്പോസർ ഇല്ലാത്ത ഗാനമേള എന്ത് ഗാനമേള കേട്ടോ? കമ്പോസർ ഇല്ലേ? ബാലേട്ടാണെങ്കില്ല. ബാലേട്ടൻ പിന്നെ തബല, ബാലേട്ടൻ പിന്നെ തബല ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുന്ന, ഏയ് കമ്പോസർ ഉണ്ടോ? കമ്പോസറിൽ ഞങ്ങൾക്കറിയാം, ഞാനിതെല്ലാം കണ്ടതാ. കമ്പോസർ ഇല്ലാത്ത ഗാനമേള എന്ത് ഗാനമേള? കമ്പോസർ ഇല്ലേ? ബാലേട്ടനെ അധികം ചോദിച്ചാൽ ബാലേട്ടൻ എണീറ്റിങ് നിന്ന് തബലേൻ്റെ അടുത്തുനിന്ന് ബാലേട്ടൻ ചോദിച്ചു, തബല കാണിച്ചിട്ട്, എല്ലടോ ഇതല്ലടോ കമ്പോസർ എന്ന് പറഞ്ഞു. അയാൾ, അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ, ഇതല്ലേ കമ്പോസർ. സുഹൃത്തെ സോറി, ഞാൻ കണ്ടില്ല. അയാൾക്ക് കമ്പോസർ അറിഞ്ഞൂടാ, തബല അറിഞ്ഞൂടാ. പിന്നെ വന്ന് എൻ്റെ അടുത്താ എന്നെ മെല്ലെ ചൊട്ടി എന്നോട് പറഞ്ഞു, എടോ നീ ഗാനങ്ങൾക്ക് പാടുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഞാനും പാടുന്നുണ്ട്, പിന്നെ ഇവർ 2-3 ആളുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ മോഹൻലാൽ ഫാനാണ്, നിലാവേ പാടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അത് പാടുന്നുണ്ട്, ഞാനുണ്ട്, ധന്യമോളുണ്ട്, ലില്ലിപ്പാപ്പ ഞാൻ പാടും എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ പറയരുത്, കാരണം ഇത് ആൾക്കാർക്കിങ്ങനെ സെറ്റ് ആൾ സെറ്റ് ചോദിച്ചല്ലേ. എന്നൊരു കാര്യം ചെയ്യും, ലൈറ്റ് മറ്റേ ഗാനമേളക്ക് ലൈറ്റ് ഞാൻ അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ അപ്പോൾ കമ്മിറ്റിക്കാരെ പിടിച്ച് ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോയി. കുറച്ച് എനിക്ക് ഗാനമേളെല്ലാം തുടങ്ങി. മിന്നാരത്തിൻ്റെ സമയം വന്ന് ഞാനിങ്ങനെ പാടി ആ സമയത്ത് ടിങ് 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 എന്ന് പറയുമ്പോൾ ഒരു കോണെന്ന് 5 ബാറ്ററിയിലെ ടോർച്ച് എൻ്റെ കണ്ണിലടിച്ച് ലില്ലിപ്പാ പാലോലി എന്ന് പറഞ്ഞു. എൻ്റെ ശ്രുതിയും പോയി, താളവും പോയി, എല്ലാം പോയി. ഗാനമേള മൊത്തം കുളം. ഓർക്കസ്ട്ര ഫീഡ് ചെയ്തല്ലേ, തര 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 തര, അതിൻ്റെ അടുത്ത് മ്യൂസിക് അതല്ലേ, തര തര. ഈ സമയത്ത് അടിയാ കമ്മിറ്റിക്കാർ ഇയാൾ അങ്ങനെ പഞ്ഞിക്കിട്ട് ഗാനമേള മൊത്തം കുളമായി. അവസാനം ഇയാളെ പഞ്ഞിക്കിട്ട് അവസാനത്തെ മ്യൂസിക് കീബോർഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ അയാൾ ഞൊണ്ടിയായിട്ട് നടന്നുപോയി. ഒരാള് പുഴവക്കലൂടെ പോകുമ്പോൾ ഒരു പയ്യൻ അവിടെ ഇരുന്ന് പുഴയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ കുറേ നേരമായി ആ ചെക്കൻ അവിടെ ഇരിക്കുന്നു തോന്നുന്നു. അപ്പോൾ അടുത്ത് പോയി ചോദിച്ചു, നീ എന്താ അവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരു ഗെയിം വെച്ചിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ആൾക്കാണ് സമ്മാനം എന്ന്. അപ്പോൾ ആൾക്ക് ഇഷ്ടമായത്. അപ്പോൾ ആൾ ചോദിച്ചു, എത്ര മിനിറ്റ് ആയിടാ? അവൻ 2 ദിവസമായി മുങ്ങിയിട്ട് എന്ന്. അതുപോലെ ഒരു പുതിയതായി കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി. അപ്പോൾ ആ ഭർത്താവിന് ഒരു ഡൗട്ട്, പെൺകുട്ടിക്ക് ചെവി കുറച്ച് കേൾവി കുറവുണ്ടോയെന്ന്. പുതിയതായി കല്യാണം കഴിഞ്ഞല്ലേ. അപ്പോൾ അത് ചോദിക്കാൻ ഇയാൾക്കൊരു മടി ഭാര്യയോട്. അപ്പോൾ ഒരു ഡോക്ടറോട് പോയി ചോദിച്ചു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ ഭാര്യ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ പുറകിൽ ഒരു 15 അടി ബാക്കിൽ നിന്നിട്ട് ഇന്ന് എന്താ കറി എന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ടും കേട്ടില്ലെങ്കിൽ ഒരു 10 അടി കൂടി നീങ്ങിയിട്ട് ഇന്ന് എന്താ കറിയെന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ടും കേട്ടില്ലെങ്കിൽ ഒരു 5 അടി അടുത്ത് നിൽക്കുക, എന്നിട്ട് ചോദിക്കുക ഇന്ന് എന്താ കറിയെന്ന്. അപ്പോൾ ആൾക്കൊരു ഐഡിയ കിട്ടി. ആൾ പോയി വീട്ടിൽ പോയിട്ട് കറി ഉണ്ടാക്കുന്ന ഭാര്യയുടെ പുറകിൽ നിന്നിട്ട് ഒരു 15 അടി ഗ്യാപ്പിൽ നിന്നിട്ട് ചോദിച്ചു, ഇന്നെന്താ കറി? ഒരു റിപ്ലൈ ഇല്ല. വീണ്ടും 10 അടി അടുത്ത് പോയി നിന്ന് ചോദിച്ചു, ഇന്നെന്താ കറി? അപ്പോഴൊരു അനക്കമില്ല. പിന്നെ ഒരു 5 അടി അടുത്ത് പോയി നിന്ന് ചോദിച്ചു, ഇന്നെന്താ കറി? അപ്പോൾ ചേച്ചി പതുക്കെ തിരിച്ചു, എത്ര തവണ പറയണം സാമ്പാർ 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 എന്ന്? നിങ്ങൾക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്? ഇവനാണ് ചെവിക്ക് കുഴപ്പം. അതുപോലെ 2 മദ്യപാനികൾ ബാർ തുറന്നപ്പോൾ ഷെയർ ഇട്ടടിക്കുകയാണ്. പക്ഷെ ഒരുത്തൻ്റെ മാത്രം കാശില്ല. ഇവൻ സ്ഥിരം ഇവനെ ഓസാൻ വേണ്ടി നടക്കുക. അപ്പോൾ ഇവനെ ഒഴിവാക്കും വേണം. ഇവൻ ചോദിച്ചു,
നിനക്ക് ഇങ്ങനെ എൻ്റെ കൂടെ നടന്നിട്ട് എപ്പോഴും ശീലായി. നിനക്ക് ഇത്തിരി നാണും മാനും ഉളുപ്പും വല്ലതും ഉണ്ടറാ, കുറച്ച് കാശുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഉളുപ്പും ചളിപ്പും മാനൊക്കെ ഉണ്ടോന്ന്, അതൊക്കെ എനിക്കുണ്ട്, പക്ഷെ കാശില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹെഡ് മാഷ് അകത്തേക്ക് വന്നുകൂടാം. അപ്പോൾ ഹെഡ് മാഷ് എന്തോ കാര്യമായിട്ട് പിള്ളേരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെരിച്ചാഴി സ്കൂളിൽ ക്ലാസ്സിനകത്തേക്ക് കയറി വന്നു. അപ്പോൾ എല്ലാ പിള്ളേരും കൂടി എന്ന് പറഞ്ഞിട്ട് പിള്ളേർ എല്ലാ പെരിച്ചാഴിനെ പുറത്താക്കി. ഒരുത്തൻ തലയ്ക്കൊന്ന് കൊടുത്ത് പെരിച്ചാഴി ചത്തു. അപ്പോൾ ഈ ഹെഡ് മാഷ് ചോദിച്ചു, എന്തിനാടാ പാവല്ലേ, അതിനെന്തിനാ തല്ലിക്കൊന്ന്? മാഷുള്ളപ്പോൾ ഒരു വേറെ തുറപ്പനെ ഞങ്ങൾ അകത്ത് കയറ്റില്ല. അതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാഷ് ചോദിച്ചു, ദേഹം വൃത്തിയാക്കാൻ നമ്മൾ സോപ്പ് തേച്ച് കുളിക്കണം, അപ്പോൾ മനസ്സ് വൃത്തിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പറയൂ? അപ്പോൾ ഒരു കുട്ടി വേണ്ടി എന്ന് പറഞ്ഞു, അത് വിഴുങ്ങണം. നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. ഇവരുടെ പെർഫോമൻസ് നമുക്ക് ഇഷ്ടമായി. ഇനി ജഡ്ജസിന് എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കാം. രണ്ടുപേരും കുറേ നല്ല തമാശകൾ പറഞ്ഞു. അല്ലെ, സുധന്റെ ആദ്യത്തെ മരണം ചെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അതുപോലെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ചില വാക്കുകൾ അറിയാമെങ്കിൽ അത് ആവശ്യമില്ലാത്തടത്തൊക്കെ ഉപയോഗിക്കും. ഞങ്ങളുടെ അടുത്തൊരു സംസ്കൃത അധ്യാപകനുണ്ട്. പുള്ളി ചന്തയിൽ രാവിലെ കോഴിയെ വിൽക്കുന്നിടത്ത് നിന്നിട്ട് ആ കച്ചവടക്കാരനോട് ചോദിക്കുക, ഈ ഇരിക്കുന്ന കുക്കുട ശ്രേഷ്ഠൻ ക്രയവിക്രയത്തിനുള്ളതാണോ എന്ന്. മാത്രമല്ല, നിങ്ങളുടെ കഥയില് ആ അയലോക്കംകാരൻ തിലകൻ ചേട്ടനായിരുന്നോ? പച്ചക്കള്ളം 2 പ്രാവശ്യം തിലകൻ ചേട്ടൻ, അതെവിടുന്ന് വന്നു? പിന്നെ രണ്ടുപേരുടെ പ്രകടനം നല്ലതായിരുന്നു. ഇനി പ്രചോദനം പറയും. അല്ല, സുധൻ സംഗീതം വളരെ ഗംഭീരമായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ നിന്നൊരു കോമഡി 2.5 മിനിറ്റ് കൊണ്ട് പടപടാന്ന് അടിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. കാര്യം നമ്മൾ സ്റ്റേജ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഐറ്റം കയറാതെ വരുന്നൊരു സമയമുണ്ട്. കാര്യം ഈ മിക്സ് പരേഡിനൊക്കെ ഓരോ സീസണാണ്, ഓരോ കാലാവധി. ഒരു സമയത്ത് പണ്ട് ഈ കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ അയൽക്കാരൻ ബോധം കെട്ട് ചത്ത് വീഴുന്ന സ്കിറ്റുകളൊക്കെ ആയിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാട്ടിൽ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ കോലഞ്ചേരി റഹ്മാനൊക്കെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു പ്രോഗ്രാമായിരുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽവക്കക്കാരനായിട്ട് റഹ്മാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ ചത്ത് പോട്ടെ എന്ന് പറഞ്ഞ് റഹ്മാനൊക്കെ വീഴുന്നു, ആരും ചിരിക്കുന്നില്ല. റഹ്മാനൊക്കെ ആകപ്പാട് ടെൻഷനായിട്ട് ഈ ചത്ത് വീണ അച്ഛൻ തന്നെ മൈക്കിൻ്റെ അടുത്ത് വന്നിട്ട്, പ്രിയമുള്ളവരെ, ഞാനാണ് കൊച്ചിൻ്റെ അച്ഛൻ, ഒന്ന് ചിരിക്കാൻ പറഞ്ഞു. കാരണം അത് ഐറ്റം പറഞ്ഞ് ഏൽപ്പിക്കാനായിട്ട് വലിയ പാടാണ്. പിന്നെ ഈ ശ്രുതിയുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ഈ തബലയൊക്കെ ഈ അവിടുത്തെ AC-യുടെ ഒക്കെ തണുപ്പുകൊണ്ട് ഒരുപാട് കുറഞ്ഞു പോകാറുണ്ട്, ശ്രുതിയൊക്കെ താന്നു പോകാറുണ്ട്. അപ്പോൾ ഈ സ്പോൺസർ നല്ല ടെൻഷനാണെങ്കിൽ പുള്ളി പറയും, തുടങ്ങാറായില്ലെന്ന് പറയും. അപ്പോൾ മൈക്കിളിയേട്ടൻ തബല നോക്കുകയാണ്. അപ്പോൾ ഈ സ്പോൺസർ പറഞ്ഞു, എന്താ തുടങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മൈക്കിളിയേട്ടൻ പറഞ്ഞു, തബല ഇറങ്ങിപ്പോയി. അയ്യോ, ഇനി എപ്പോൾ കയറി വരുമെന്ന് ചോദിച്ചു. കാരണം അതൊക്കെ പെട്ടെന്ന് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ സംഗീതം പറഞ്ഞ കഥാപാത്രങ്ങളെല്ലാം വളരെ രസകരമായിട്ടുണ്ട് പോകുന്നുണ്ട്. കാര്യം ഈ ഒരു അടി എന്നൊക്കെ പറഞ്ഞാൽ വൈഫിൻ്റെ അടുത്തൊക്കെ നമ്മൾ സൂക്ഷിച്ച ഓരോ കാര്യങ്ങൾ പറയുന്നത്. സർപ്രൈസിൻ്റെ ഒരു കഥയുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? പക്ഷേ വൈഫിന് സർപ്രൈസ് കൊടുക്കുന്ന ഒരാൾ, നമ്മുടെ അടുത്തൊരാൾ ജേക്കബ് എന്ന് പേരിടാം ഇപ്പോൾ തൽക്കാലം. അപ്പോൾ അദ്ദേഹം അസിസ്റ്റന്റ് മാനേജറായിരുന്നു. അദ്ദേഹത്തിന് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ ഈ പ്രൊമോഷൻ കിട്ടിയ കാര്യം ഇദ്ദേഹം വൈഫിൻ്റെ അടുത്ത് പറയാം, സർപ്രൈസ് ആയിട്ട് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ വരികയാണ്. രാത്രിയിൽ വീട്ടിൽ വന്ന പുള്ളി ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഭാര്യ വെച്ച് എന്ത് പറ്റി പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം സമയമെടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടക്കാറായി. സർപ്രൈസ് പറയാം എന്ന് പറഞ്ഞ് നേരെ കിടക്കാൻ റൂമിലോട്ട് കയറി വന്ന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് നിൻ്റെ കൂടെ കിടക്കുന്നത് മാനേജരാണ്. വൈഫ് ഒരു അടിയാണ്. കാര്യം 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഈ പ്രൊമോഷൻ്റെ കാര്യം പറയാനുള്ള ടൈമിങ് പുള്ളിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സർപ്രൈസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ നോക്കിക്കണ്ട് പറഞ്ഞില്ലെങ്കിൽ നല്ല ഒന്നാം തരം തട്ട് കിട്ടും. കോലഞ്ചേരി റഹ്മാനൊക്കെ LIC ഏജൻ്റാണ്. എല്ലാ കലാകാരന്മാരുടെയും LIC എടുപ്പിക്കുന്നത് പുള്ളിക്കാരനാണ്. ഒരുമിക്ക ആൾക്കാരുടെയൊക്കെ LIC ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജയറാമേട്ടൻ മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സെക്യൂരിറ്റീനെ വെച്ചു. ഈ സെക്യൂരിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുള്ളി ജയറാമേട്ടനെ പോലും വീട്ടിൽ കയറ്റൂല. കാളിദാസനൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ തടഞ്ഞു നിർത്തിട്ട്, എവിടെ പോവാല്ലേ, ഇത് ജയറാം സാറിൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു മനുഷ്യനെ വീട്ടിൽ കയറ്റാത്ത ഒരു സെക്യൂരിറ്റി. പാടുപെട്ടിട്ടാണ് ജയറാമേട്ടൻ തന്നെ വീട്ടിൽ കയറുന്നത്. അത്ര സ്ട്രിക്റ്റാണ് പുള്ളി, ഒരാളും വീട്ടിൽ കയറ്റാത്ത ഒരാളാണ്. അപ്പം ജയറാമേട്ടൻ തന്നെ ഇങ്ങനെ പാടുപെട്ടൊക്കെ കയറുന്ന ഒരു അവസരത്തിൽ ഒരിക്കൽ ടിങ് ടിങ് എന്ന് കോളിംഗ് ബെല്ല് കേട്ടിട്ട് തുറന്നു നോക്കിയപ്പോൾ കോലഞ്ചേരി റഹ്മാൻ ചേട്ടൻ സിറ്റ് ഔട്ടിൽ നിൽക്കുക. ഈ റഹ്മാനൊക്കെ കണ്ടുടനെ ജയറാമേട്ടൻ ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, ഒരു LICയുടെ കാര്യം സംസാരിക്കാൻ വന്നതാ എന്ന് പറഞ്ഞപ്പോൾ ജയറാമേട്ടൻ പറഞ്ഞു, അതൊക്കെ പിന്നെ സംസാരിക്കാം. എൻ്റെ സംശയം, എന്നെ വരെ അകത്ത് കയറ്റാത്ത ഭാഷ അറിയാത്തൊരു നേപ്പാളിയായിട്ടുള്ള സെക്യൂരിറ്റിയാണ് അവിടെ നിൽക്കുന്നത്. അയാളെയും കടന്ന് റഹ്മാൻ എങ്ങനെ അകത്ത് വന്നു എന്ന് ചോദിച്ചപ്പം റഹ്മാനൊക്കെ ഒരു ഫയൽ തുറന്നിട്ട് ഒരു പേപ്പർ എടുത്ത് കാണിച്ചേക്കുക. ആ നേപ്പാളി റഹ്മാനിക്കയുടെ ഇന്ന് 2 ഇൻഷുറൻസ് എടുത്തതിൻ്റെ. അല്ല, ഞാൻ ഈ കേശമാമൻ്റെ പരിപാടി ഒന്നും കണ്ടില്ല. അപ്പോൾ അതുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പാട്ടോ ഞാൻ എന്താ ചോദിക്കാത്തെന്ന് ഇരുന്നിരിക്കുന്നു. സാധാരണ ഞാനിവിടെ പാട്ടും ഇതൊക്കെയാണ് അടിക്കണത്. അപ്പോൾ ഞാൻ പാട്ട് പാടാം.
ശശിയുടെ മോള് ശശികലയ്ക്ക് പുനർവിവാഹമോ അത് സാധ്യമാകുമോ? ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ? പരോൾ സാധ്യമാകുമോ? രണ്ടിടങ്ങളിൽ ബോംബ് സ്ഫോടനം, ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ. ശശിയുടെ മോള് ശശികലയ്ക്ക് പുനർവിവാഹമോ അത് സാധ്യമാകുമോ? ഓ, ആരെ, വാ, വാ. ഞാൻ ഇടയ്ക്കത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ വിശാരടി, ഏതാ സാധ്യമാകുമോ? അതെങ്ങനെ സാധ്യമാകുന്ന ഡ്രിങ്ക് സമയത്ത് സാധ്യമാക്കിയല്ലോ പുള്ളി. ഗംഭീരമായി മാമ. ഓക്കെ, ഇനി ഇവരിൽ ആരാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നത് അറിയണം. രമേശേട്ടാ പറയൂ. രണ്ടുപേരുടെയും പ്രകടനം മികച്ചതായിരുന്നു. സുധൻ ഒരു ശക്തനായ മത്സരാർത്ഥിയാണ്. സുധൻ വന്ന എപ്പിസോഡുകളിലെല്ലാം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. എന്നാൽ ഇന്ന് സുധൻ വളരെ ശക്തമായിട്ട് കൈകാര്യം ചെയ്തെങ്കിലും ചില തമാശകളിലൂടെ സുധനെ മലർത്തി അടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് സംഗീത്, സൂപ്പർ. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന ക്യാഷ് പ്രൈസ് അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും പ്രചോദേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് ഫോർ ദ ഫ്യൂ. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സംഗീതാണ്. ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് വി ഹാവ് സുധൻ ചേട്ടൻ.